കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ ഫോണിൽ വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയത്ത് നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് ഈവനിങ്. നമ്മൾ ആ കുടുംബത്തിന്റെ സങ്കടം കണ്ടതാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരെത്രത്തോളം നിസ്സഹായരായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കിയതാണ്. ആരോഗ്യമന്ത്രി നേരിട്ട് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ വിളിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലായിരുന്നു ആ സംഭാഷണം? ക്രിസ്റ്റീന, ഇന്ന് രാവിലെ തന്നെ ബിന്ദുവിന്റെ ഭർത്താവ് നമ്മളോടക്കം പ്രതികരിച്ചത് ഒരു ആശ്വാസവാക്കുമായി ഒരാൾ പോലും ഇവിടെ എത്തിയില്ല. മന്ത്രിമാർ ആരും തന്നെ, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന മന്ത്രിമാർ ആരും തന്നെ ഒരു ആശ്വാസവാക്ക് പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈകിട്ട് അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തിനകം വീട്ടിലേക്ക് വരാമെന്ന് അറിയിച്ചു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ വരാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ 2 ദിവസം വരും. മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട സഹായങ്ങളെല്ലാം തന്നെ അത് പരിഗണനയിലുണ്ടെന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആശ്വാസവാക്കുമായി ഇപ്പോൾ സർക്കാർ ആരോഗ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിന്റെ വീട്ടിലാണ്. ബിന്ദുവിന്റെ വീട്ടിൽ ഇപ്പോൾ മുന്നവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ഇവിടേക്ക് വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു സർക്കാരിന്റെ സഹായം എപ്പോൾ ഉണ്ടാകും എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സർക്കാരിന്റെ സഹായം എല്ലാം തന്നെ പരിഗണനയിലുണ്ട് എന്ന വിവരമാണ് കളക്ടർ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മന്ത്രി വീണ ജോർജ് തന്നെ ഈ കുടുംബത്തെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു, ദുഃഖം രേഖപ്പെടുത്തി. മാത്രമല്ല സർക്കാരിന്റെ സഹായം പരിഗണനയിലുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ ഭർത്താവിനോട് അല്പസമയം മുമ്പ് ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. ശരി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ആ കുടുംബത്തിന് കുടുംബനാഥയെ നഷ്ടപ്പെട്ടത്. വീട്ടുകാരുടെയൊക്കെ ദുഃഖം, കുഞ്ഞുങ്ങളുടെ ദുഃഖം, ഭർത്താവിന്റെ ദുഃഖമൊക്കെ എല്ലാവരും കണ്ടതാണ്. ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ സങ്കടവും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചിരിക്കുന്നു. വിവിധ നേതാക്കൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് നിതിൻ അംബുജനാണ്. ഇപ്പോൾ മുനവർ അലി തങ്ങൾ ബിന്ദുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ നേതാക്കൾ എത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ച് വിശ്രുതൻ ബിന്ദുവിൻ്റെ ഭർത്താവുമായി സംസാരിക്കുന്നു. ചെറിയ കുട്ടികൾ അവരുടെ വേദന അതിൽ പങ്കുചേരുന്നു, കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു. അവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് വിവിധ കോണുകളിൽ നിന്ന് നടക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു ദാരുണമായ സംഭവം, അതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു കുടുംബനാഥയ്ക്ക് പെട്ടെന്ന് തന്നെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗത്തെ നഷ്ടപ്പെട്ട വേദനയിലാണ് ആ വീട്. ആ വീട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കാനെത്തുകയാണ് വിവിധ നേതാക്കൾ. കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്.